ഇപ്പോ സാദിഖ് അലി തങ്ങളെ വിമർശിച്ചാൽ അത് മതനിന്ദ. കുഞ്ഞാലിക്കുട്ടി പറയാണ് സാദിഖ് അലി തങ്ങളുടെ മതവിധി ഇവിടുത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള. ആരംഗീകരിക്കണം എന്ന്? ഈ പറയുന്ന സാദിഖ് അലി തങ്ങളുടെ മതവിധി നിങ്ങളുടെ ഇ.ടി. മുഹമ്മദ് ബഷീർ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? നിങ്ങളുടെ KPM മജീദ് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? നിങ്ങളുടെ PV അബ്ദുൽ വഹാബ് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ അവര് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സമയത്തൊക്കെ ആയിട്ട് ചില നേർച്ചകൾ നെയ്യത്താക്കുകയും അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അവർ മമ്പറത്ത് പോവും. മമ്പറത്ത് സിയാറത്ത് ചെയ്യും. അതുപോലെ തന്നെ ഉമർഗാസിയുടെ സിയാറത്ത് ചെയ്യും. അത്തരത്തിലുള്ള പല സിയാറത്തുകളും നടത്താറുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കുന്നവരാണോ ഈ പറയുന്ന ഇ.ടി. മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ ഈ പറയുന്ന PV അബ്ദുൽ വഹാബും ഈ പറയുന്ന KPM മജീദും ഉൾപ്പെടെയുള്ള ആളുകൾ? അപ്പൊ അവരുടെ നേതാക്കന്മാര് തന്നെ ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്ന മതവിധി ഒന്നും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അവർക്ക് തന്നെ തീരുമാനിക്കാം, അവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത മതവിധി പുറപ്പെടുവിക്കുന്ന ആളാണ്. ഈ മതവിധിയുടെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധം, അത് മതത്തിനെതിര്, അത് ജില്ലക്കെതിര്. ഇതാണ് ഇവരുടെ പ്രചരണം. അതെങ്ങനെയാ എതിരാവുന്നത്? ഞങ്ങൾ വിമർശിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ്. ആ പദവിയിൽ ഇരിക്കുന്ന കാലത്തോളം ഇനിയും വിമർശിക്കും, ശക്തമായി തന്നെ വിമർശിക്കും. ആ തരത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ എടുത്താൽ ഇനിയും വിമർശിക്കും. എന്താ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP-യുടെയും തലച്ചോറ് വെച്ചിട്ടാണ് ലീഗ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാ പറഞ്ഞത്? ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി, അത് പള്ളി അല്ല, അതൊരു ചരിത്ര സ്മാരകമായി മാറിയതാണ്. അതിന് ഒരുപാട് ചരിത്രമുണ്ട്, അതിന് ഒരുപാട് പടയോട്ടങ്ങളുടെ ചരിത്രമുണ്ട്. ആ പള്ളി ഇത് പള്ളിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് തുർക്കിയിലെ ഉർദോഗാൻ തീരുമാനിച്ചു. ഹാഗിയ സോഫിയ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ലോകത്തുള്ള എല്ലാ വിഭാഗം മുസ്ലിങ്ങളും പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് മുമ്പ് ക്രിസ്ത്യൻ പള്ളിയായിരുന്നാണ്, പിന്നീട് മുസ്ലിം പള്ളിയായതാണ്. അത് ഇപ്പൊ ചരിത്ര സ്മാരകമാണ്, അത് ആരാധനക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി പാടില്ല. ഏതാണ്ട് ബാബരി മസ്ജിദിന് തുല്യമാണ് പ്രശ്നം. ആ ഘട്ടത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും വളരെ കൃത്യമായി പറഞ്ഞു ഹഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഹഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും തീവ്രവാദമായ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയുടെ സംഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി. ആ ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന അതേ ഭാഷയിൽ ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടുള്ള ആളുടെ പേരാണ് ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വിഷയത്തിലും ജമാഅത്ത് ഇസ്ലാമിയാൽ നയിക്കപ്പെടുന്ന, SDP-യാൽ നയിക്കപ്പെടുന്ന പാർട്ടിയായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ആ പാർട്ടിയെ, ആ പാർട്ടിയുടെ നേതാവിനെ വിമർശിച്ചാൽ ഇതെല്ലാം മതനിന്ദയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഇത് കുറെ പയറ്റിയതാ പണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി തൊട്ട് വിവിധ ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും മതത്തിന്റെ പേര് പറഞ്ഞ്, മതനിന്ദയുടെ പേര് പറഞ്ഞ് അകറ്റി നിർത്താനുള്ള വലിയ ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. അതിനെ മുഴുവൻ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിന്നിട്ടുള്ളത്. അത് ഇനിയും നടത്താനുള്ള ആർജവം ഈ പാർട്ടിക്കുണ്ട്. പഴയ കരുത്ത് ഇനിയും നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കരുത്. മതനിന്ദ എന്ന് പറഞ്ഞാൽ പേടിച്ച് നിൽക്കുന്നവരാണ് ഇനിയും ഈ മലപ്പുറം ജില്ലയിലെ മനുഷ്യർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിനെയൊക്കെ മറികടക്കാനുള്ള ശേഷിയും ആർജവവും നിങ്ങളുടെ കാപട്യവും ഇവിടെ തിരിച്ചറിഞ്ഞ ജനതയാണ് ഉള്ളത് എന്ന് ഓർമ്മ വേണം. ആ നിലയിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ നിങ്ങൾ പ്രതിരോധത്തിലാവുമ്പോൾ, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ, നിങ്ങൾ പിറകോട്ടടിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം മാത്രമായി മതത്തെ കാണുന്ന നിങ്ങളുടെ കാപട്യത്തെ ഈ നാട്ടിലെ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും കരുത്തുറ്റതായി നമുക്ക് ഈ പാർട്ടിയെ മാറ്റി ഇത്തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളെയും ഈ മലപ്പുറം ജില്ലക്കെതിരെ, മുസ്ലിമിനെതിരെ, അല്ലെങ്കിൽ RSSന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ നിലപാടെടുക്കുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനം, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നാം എടുക്കുന്ന ഓരോ നിലപാടുകളെയും വ്യത്യസ്ത രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളെ സാധാരണ ജനതകളിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ അതിന് കരുത്ത് ഈ സമ്മേളനം നമുക്ക് നേടിത്തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എന്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ലാൽസലാം.